മലയാളം ബിഗ് ബോസ് സീസൺ 7 9th വീക്കിലെ രണ്ടാമത്തെ എവിക്ഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ ജിസേലാണ് പുറത്തായിരിക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചായിരുന്നു ഇവർക്ക് എവിക്ഷൻ നടന്നത്. മുൻ സീസണുകളിലൊക്കെ നടന്നതുപോലെ 4 പേരും ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കും. അവരുടെ തൊട്ടു മുകളിലായി റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും മാറി തെളിഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ഗ്രീൻ ലൈറ്റ് ആരുടെ മുകളിൽ വരുന്നോ അവരായിരിക്കും സേവ്. ഫസ്റ്റ് റൗണ്ടിൽ നൂറയാണ് സേവ് ആയത്. രണ്ടാമത്തെ റൗണ്ടിൽ നെവീനും സേവായി. ലാസ്റ്റ് വന്ന 2 പേര് ആദിലയും ജിസയിലുമായിരുന്നു. 2 പേരോടും ബിഗ് ബോസ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ചോദിക്കുന്നു. ആദില പറയുന്നത് അനുമോളുടെ പേരാണ്, ജിസേൽ പറയുന്നത് ആര്യൻ്റെ പേരും. അങ്ങനെ ബിഗ് ബോസ് ആര്യനോടും അനുമോളോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരാൻ പറയുന്നു. പിന്നീട് ആര്യനും അനുമോൾക്കും ആദിലയോടും ജിസേലിനോടും പറയാനുള്ളത് പറഞ്ഞോളാൻ പറയുന്നു. അതിനുശേഷം ഫ്രണ്ടിലായിട്ട് 2 പെഡസ്റ്റലുകളും പെഡസ്റ്റലിൽ 2 ക്യൂ കാർഡുകളുമുണ്ട്. ആര്യന് ജിസേലിനോടും അനുമോൾക്ക് ആദിലയോടുമുള്ള മെസ്സേജ് ആ ക്യൂ കാർഡിൽ എഴുതാൻ പറയുന്നു. പിന്നീട് ആ ക്യൂ കാർഡ് ആദിലയ്ക്കും ജിസേലിനും കൊടുത്തതിന് ശേഷം ആര്യനും അനുമോളും തിരിച്ച് ലിവിംഗ് ഏരിയയിലേക്ക് തന്നെ വരികയാണ്. ഈ സമയം ആദിലയും ജിസയിലും ബ്ലൈൻഡ് ഫോൾസ് ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇരുവരെയും ബിഗ് ബോസിൻ്റെ ക്രൂ വന്ന് കൊണ്ടുപോവുകയാണ്. പിന്നീട് വരുന്ന ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ആര്യനോടും അനുമോളോടും പ്രധാന വാതിലിൻ്റെ മുൻപിൽ വന്ന് നിൽക്കാനും ബാക്കിയുള്ളവരോട് വരാന്തയിൽ നിൽക്കാനും പറയുന്നു. എന്നിട്ട് ഇന്നായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നതായിരിക്കുമെന്ന് അറിയിക്കുന്നു. അങ്ങനെ എന്തായാലും ബിഗ് ബോസിൻ്റെ ഗാനത്തോടു കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുന്നത് ആദിലയാണ്. അങ്ങനെ ആദിലയാണ് 9th വീക്കിലെ എവിക്ഷനിൽ നിന്നും സേവ് ആയിരിക്കുന്നത്. ജിസേൽ എവിക്റ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും പ്രതീക്ഷിച്ചത് ജിസേൽ സീക്രട്ട് റൂമിലായിരിക്കുമെന്നാണ്. കാരണം ഡിസേർവിംഗ് ആയിരുന്നു ജിസേൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഇവിടെ നിൽക്കാൻ വേണ്ടി. ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. പേഴ്സണലി എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. എന്തായാലും ജിസേൽ പുറത്തായിരിക്കുകയാണ്. ആക്ടിവിറ്റി ഏരിയയിലുള്ള എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഫാമിലീനെ വീണ്ടും കാണാൻ സാധിച്ചില്ല. ലാസ്റ്റ് ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഫാമിലിയെ കാണുന്നതും ആരും കൊടുത്ത ആ ഒരു മെസ്സേജ് വായിക്കുന്നതും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിരുന്നു. എല്ലാവരും നെവിൻ എവിക്റ്റ് ആകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ തന്നെ നെവിൻ സേഫായി. ആദിലയും ജിസയിലും ബാലൻസ് വന്നപ്പോൾ ആദില പോലും കരുതിയത് ആദില എവിക്റ്റ് ആകുമെന്നാണ്. എന്തായാലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ഒരു എവിക്ഷൻ നടന്നിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.